കേരള രാഷ്ട്രീയത്തിലെ അതികായൻ വി.എസ്. അച്യുതാനന്ദൻ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ പോരാട്ടവീര്യം, പുന്നപ്ര വയലാർ സമരത്തിലെ പങ്കാളിത്തം മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെയുള്ള ആ യാത്ര ഒരു വലിയ ഇതിഹാസമാണ്. സാധാരണക്കാരിൽ ഒരാളായി തുടങ്ങി തൊഴിലാളികളുടെയും കർഷകരുടെയും അവകാശങ്ങൾക്കായി അദ്ദേഹം നിലകൊണ്ടു. ശരിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു വിപ്ലവ ചരിത്രമാണ്. ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ ബാല്യമായിരുന്നു അദ്ദേഹത്തിന്റേത്. 7ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടിവന്നു. പിന്നീട് കയർ തൊഴിലാളിയായി. അവിടെ നിന്ന് രാഷ്ട്രീയത്തിലേക്കും CPIയിൽ നിന്നും CPI-M ലേക്കുള്ള പിളർപ്പിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. തീർച്ചയായും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാന കണ്ണികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1980 മുതൽ 1992 വരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസക്തി കൂടുതൽ വർദ്ധിപ്പിച്ചത് 2006 മുഖ്യമന്ത്രി പദമാണ്. ആ കാലഘട്ടമാണ് അദ്ദേഹത്തെ ജനകീയനാക്കി മാറ്റിയത്. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ പോലുള്ള വിഷയങ്ങളിൽ അദ്ദേഹം എടുത്ത കർശന നിലപാടുകൾ ജനങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിച്ചു. അതുപോലെ അദ്ദേഹത്തിന്റെ തനത് ശൈലിയിലുള്ള സംസാരവും രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന രീതിയും ശ്രദ്ധേയമായിരുന്നു. അതെ, അഴിമതിക്കെതിരെയും അനീതിക്കെതിരെയും ഉള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് യാതൊരു വിട്ടുവീഴ്ചയുമില്ലായിരുന്നു. വി.എസ്. ഒരു ഭരണാധികാരി എന്നതിലുപരി ഒരു പോരാളി ആയിരുന്നു. അദ്ദേഹത്തിന്റെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ 5.5 വർഷത്തോളം ജയിലിലും 4.5 വർഷത്തോളം ഒളിവിലും കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിന്റെ സമർപ്പണം വ്യക്തമാക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നാണ് അദ്ദേഹം മുന്നോട്ടു പോയത്. 101 വയസ്സുവരെ ജീവിച്ച ആ കമ്മ്യൂണിസ്റ്റ് വലിയ മനുഷ്യൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമായിരിക്കും. സംശയമില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ വരും തലമുറയ്ക്ക് ഒരു വലിയ പാഠപുസ്തകമാണ്.